ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഒരു പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ ഒറ്റപ്പെടേണ്ടി വരുന്ന അമ്മമാർ, അത്തരത്തിൽ വരുന്ന അമ്മമാരെ എങ്ങനെയാണ് അവരുടെ ജീവിതം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ എങ്ങനെയാണ് അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം നേടിയെടുക്കാൻ സാധിക്കുക? കാരണം ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തീർച്ചയായും അത്തരത്തിൽ ഒത്തിരി അമ്മമാരെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള അമ്മമാരുടെ ഒരു കരുത്താണ് അവിടെ പ്രധാനമായിട്ട്. കാരണം അതിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവർ നല്ലൊരു ആത്മവിശ്വാസം, ഏറ്റവും വേണ്ടത് അതാണ്, ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ കൂടെ തന്നെ മാത്രമേ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം മക്കളെ നോക്കുന്നില്ല, മക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന അമ്മമാർ പലപ്പോഴും എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ സ്വയമായിട്ട് അവർ തൊഴിൽ കണ്ടെത്തി. അതിനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ രാജഗിരി കോളേജിൽ ഞങ്ങൾക്ക് പകൽ വീട് എന്നൊരു സംവിധാനമുണ്ട്. അതായത് പ്രായം ചെന്ന അമ്മമാർ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. എല്ലാ ആഴ്ചയിൽ 2 ദിവസം വെച്ച്, ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അവർ വരും. പല സ്ഥലങ്ങളിൽ അത് നടത്തുന്നുണ്ട്. വരാനായിട്ട് വളരെ സാമ്പത്തിക നിലയിൽ താന്നു നിൽക്കുന്ന കുടുംബങ്ങളിലെ അമ്മമാരാണ് അവിടെ വരുന്നത്. അവർ ഡേ കെയർ എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. അവർക്ക് വളരെയേറെ താല്പര്യമാണ് വരാൻ. അവിടെ വന്നിരുന്ന് അവർ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു, അവർ സംസാരിക്കുന്നു, ഷെയർ ചെയ്യുന്നു. അവിടെ അങ്ങനെ ഒരു മരുമക്കളെ അല്ലെങ്കിൽ ഒരു കുറ്റം പറയുന്ന അങ്ങനത്തെ ഒരു വേദിയൊന്നുമല്ല. പക്ഷെ അവിടെ അവരുടെ ഒരു ഷെയറിങ് ഉണ്ട്. അവരെങ്ങനെ ആ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ടു, ഇപ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, അവരനുഭവിക്കുന്ന സന്തോഷങ്ങൾ അവരുടെ മക്കളെ വലുതായപ്പോൾ. അല്ലെങ്കിൽ ചിലവർ മക്കളെ നെഗ്ലക്റ്റ് ചെയ്യുന്ന അമ്മമാരുണ്ട്, മക്കളെ നോക്കാത്ത അച്ഛന്മാരും ഉണ്ട്, ആ കൂട്ടത്തിൽ അമ്മമാരും ഉണ്ട്. അപ്പോൾ മക്കൾ നോക്കുന്നില്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ആ ഒരു ദിവസം ചിലവർ അവിടെ വന്നിരിക്കുമ്പോൾ അവർ പറയുന്ന പോലെ, മാഡം നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ഫ്രഷ് ആവുകയാണ്. പിന്നെ അവരുടെ ആരോഗ്യപരമായിട്ടും അവർ വളരെ 80 വയസ്സ് 90 വയസ്സുള്ള അമ്മമാർ വരെയാണ് അവിടെ വന്നിരിക്കുന്നു പോകുന്നത്. അവിടെ വന്നിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആനന്ദം, അതായത് അവരുടെ പിയർ ഗ്രൂപ്പാണ് അവിടെ, അതേ പ്രായത്തിലുള്ള എല്ലാവരുമായിട്ടുള്ള ഷെയറിങ്, അതൊക്കെ അവർക്ക് വളരെ റിലീഫാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കമ്മ്യൂണിറ്റി തലത്തിലൊക്കെ വരേണ്ടിയിരിക്കുന്നു നമുക്ക് കേരളത്തിൽ. കാരണം അവർക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ചിലവരൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓട്ടോറിക്ഷയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിലാണ് അവരെ കൊണ്ടുവരുന്നത്. എന്നാലും ആ ദിവസം ഇവിടെ എത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ അവരുടെ കലാപരമായ കഴിവുകൾ, നല്ലപോലെ പാട്ടുകൾ, അവർ തന്നെ അവരുടെ ആരോഗ്യത്തിന് അനുസരിച്ചുള്ള കലാപരമായ കഴിവുകളെ അവരവിടെ പ്രകടിപ്പിക്കുകയും അതിൽ കൂടെ ഒരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരനുഭവം നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പകൽ വീട് സംവിധാനത്തിൽ കൂടെ ധാരാളം അച്ഛന്മാരും അമ്മമാരും 2 കൂട്ടരും അവിടെ വന്ന് സന്തോഷിക്കുന്നുണ്ട്. അവൾക്ക് മാതാപിതാക്കൾക്ക് മക്കൾ നോക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ വന്നിരുന്ന് പോകുമ്പോൾ അവർ ഫ്രഷ് ആവുക, കുറച്ചും കൂടി അവരങ്ങ് സന്തോഷത്തോടുകൂടി തിരിച്ചു പോകുന്നു. അതുപോലെ നമ്മൾ കുറെ ക്ലാസ്സുകളും കൊടുക്കും അവർക്ക്, എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് ജീവിക്കുക. അതായത് അഡ്ജസ്റ്റ്മെന്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ 2 കൂട്ടരും എങ്ങനെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും, ആ കുറവുകൾ എങ്ങനെ നികത്താൻ പറ്റും, അങ്ങനെയുള്ള ചില മോട്ടിവേഷണൽ സെഷൻസും നമ്മൾ അവർക്ക് കൊടുക്കാം.